കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ പാട്ടിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ നാടൻ പാട്ടും എൻ്റെ സ്വന്തം സൃഷ്ടിയാണ്. കേട്ടിട്ടുണ്ടോ നാട്ടാരെ, കേട്ടിട്ടുണ്ടോ നാട്ടാരെ, കോലോത്തെ തമ്പ്രാൻ്റെ പൊന്നോമന പുത്രനെ, പ്രണയിച്ച പെണ്ണിൻ്റെ ദുരന്ത കഥ, അടിയാത്തി പെണ്ണിൻ്റെ ദുരന്ത കഥ. നാട്ടാരെല്ലാം അറിഞ്ഞു, നാടാകെ പാട്ടായി, നാടുവാഴും തമ്പ്രാനെ നാണക്കേടായി. കോപം ഉള്ളിലൊതുക്കി തമ്പ്രാൻ പൊന്മകനെ അരുകിലിരുത്തിയിട്ട് സ്നേഹത്തോടെ പറഞ്ഞു, തീർപ്പു കൽപ്പിക്കും തമ്പ്രാൻ ഞാൻ, നാടുവാഴും തമ്പ്രാൻ ഞാൻ, അടിയാളത്തി പെണ്ണുമായുള്ള ഈ ബന്ധം വേണ്ട മകനെ, എന്നെ നാണക്കേടിലാക്കല്ലേ എൻ മകനെ, മറ്റൊരു വേളിയെ കണ്ടെത്തി നാടാകെ ക്ഷണിച്ചിട്ട്, നന്നായി സദ്യയൊരുക്കിയിട്ട് നിന്റെ മംഗലം നടത്താം ഞാൻ. ഇത് കേട്ട് തമ്പ്രാൻ ചെക്കൻ മറ്റൊരു വേളിക്ക് വഴങ്ങിയില്ല. വേണ്ടച്ച നടക്കില്ല, മറ്റൊരു വേളി കഴിക്കില്ല ഞാൻ, മറ്റൊരു മംഗലം എനിക്കു വേണ്ട. ഒരുപാടു മോഹിച്ചു പോയി, ഒട്ടേറെ ആശിച്ചു പോ. ഇത് കേട്ട തമ്പ്രാനെ തന്ത്രം മാറ്റി പിടിച്ചു. എങ്കിൽ നീ ഇപ്പോൾ പഠനത്തിനായി പോവല്ലുണ്ണി, പഠനം മുഴുവനാക്കി തിരിച്ചു വന്നാൽ നിങ്ങളുടെ മംഗലം ഞാൻ നന്നായി നടത്തിത്തരാം. തമ്പ്രാൻ ചെക്കൻ പഠനത്തിനായി യാത്ര പോയൊരു നേരം, തകതിന്തം തകതാരു തകതിന്തം തകതാരു, തകതിന്തം തകതാരു തകതിന്തം തകതാരു. യാത്ര പോയൊരു നേരം തമ്പ്രാൻ തന്ത്രം മെനഞ്ഞു, അടിയാത്തി പെണ്ണിൻ്റെ ജീവനെടുക്കാൻ. കാര്യസ്ഥനെ വിളിച്ചോ, കാര്യങ്ങൾ മെല്ലെ മൊഴിഞ്ഞു, അടിയാളെത്തി പെണ്ണിൻ്റെ കൂരയിലേക്ക് യാത്രയായി. തമ്പ്രാനെ കണ്ടൊര നേരം പെണ്ണിൻ്റെ അച്ഛൻ കണ്ടെങ്കോരൻ, വിശ്വസിക്കാനാകാതെ വിനയത്തോടെ പറഞ്ഞങ്ങനെ, അമ്പ്രാൻ എന്തിനെ എങ്ങയുടെ കൂരയിലേക്ക് പോനേര്, വിളിച്ചാൽ അടിയനങ്ങട്ട് വന്നേനല്ലോ. കണ്ടെങ്കോരൻ്റെ മകളും എൻ്റെ പൊന്നോമന പുത്രനും ലോകത്തിലായ കാര്യം അറിഞ്ഞ നേരം, അവരുടെ മംഗലം കഴിക്കും കാര്യം പറയാൻ വന്നതാ. എൻ മകൻ പഠിപ്പ് കഴിഞ്ഞു തിരിച്ചെത്തിയാൽ മംഗലം നടത്തി തരാം. ഇതു കേട്ട കണ്ടെങ്കോരൻ തൊഴുതു നിന്നെ. കോരനും ഭാര്യയും മകളും ഇഴിച്ചു നിന്നു, നാളെ നീ മകളെ മാളികേരയ്ക്കയക്ക്, കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്തു വിടാം ഞാൻ, കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്തു വിടാം ഞാൻ. തമ്പ്രാനവിടെ നിന്നും പോയോരാ നേരം, പെണ്ണിൻ്റെ കൂരലിൽ സന്തോഷത്തിനതിരില്ലാതായി. നേരം പുലർക്കാലെ പെണ്ണിൻ യാത്രയായി, തമ്പ്രാൻ്റെ മാളികയിലേക്ക് പെണ്ണ്
ഉച്ചവെയിലെരിഞ്ഞിട്ടും പെണ്ണ് തിരിച്ചെത്തിയില്ല. ഉച്ചവെയിലെരിഞ്ഞിട്ടും പെണ്ണ് തിരിച്ചെത്തിയില്ല. പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ബേജാറിലായേ. തമ്പ്രാൻ്റെ അടുത്തു ചെന്ന് ചോദിച്ചു പെണ്ണിൻ്റെ അച്ഛൻ, എൻ്റെ മോളെ വീട് പൊന്നമ്പ്രാനെ. ഉച്ചയെരിഞ്ഞിട്ടും ഓള് തിരിച്ചെത്തിയില്ല. ഇവിടെന്നു പോയല്ലോ കണ്ണങ്കോരാ, പോയിട്ട് ഇശ്യാനേരമായല്ലോ. തമ്പ്രാൻ്റെ മാളികന്ന് തിരിച്ചു പോന്ന പാവം മകളെ തിരഞ്ഞിറങ്ങി നടന്നു. പിന്നെ കളപ്പൂരയ്ക്കുള്ളിലും കുളപ്പൂര കടവിലും കാട്ടിലും തോട്ടിലും പാടവരമ്പത്തും എല്ലായിടത്തും തിരഞ്ഞു നടന്നു. കുറെ ദൂരം ചെന്നപ്പോൾ പാടത്തിനോരത്ത് കൈതോല കൂട്ടത്തിനടുത്തുള്ള കുളത്തിലെ മകളെ കണ്ടു. ഓടിച്ചെന്ന പാവം അവളെ കോരിയെടുത്തു. ജീവനില്ലാത്ത ശരീരം പിടിച്ച് പൊട്ടിക്കരഞ്ഞു പാവം. എന്തിനാ ദൈവങ്ങളെ ഇങ്ങനൊരു വിധി തന്നത്? ഇതിനാണോ പൊന്നമ്പ്രാൻ വിളിച്ചു വരുത്തിയത്? എങ്ങടെ പൊന്നുമോളെ വിളിച്ചു വരുത്തിയത്? ഈ വിധത്തിലെന്തിന് എങ്ങേളെ ചതിച്ചത്? സഹിക്കാനാവിനില്ലല്ലോ എൻ്റെ ഭഗവതി, സഹിക്കാനാവുന്നതില്ലല്ലോ എൻ്റെ ഭഗവതി. കേട്ടിട്ടുണ്ടോ നാട്ടാരെ, കേട്ടിട്ടുണ്ടോ നാട്ടാരെ, പോലോത്തെ തമ്പ്രാൻ്റെ പൊന്മകനെ പ്രണയിച്ച അടിയാത്തി പെണ്ണിൻ്റെ ദുരന്ത കഥ. അടിയാത്തി പെണ്ണിൻ്റെ ദുരന്ത കഥ. തൈതകം തകതാരോ, തൈതകം തകതാരോ, തകദീനം തകതാരോ, തകുദീനം തകതാരോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.